ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ് ശ്രീ രാധേ രാധേ. 13ാമത്തെ ദിവസം ശ്രീമദ് ദേവി ഭാഗവതം ആരാധനാ നിർണയമാണ് നമ്മൾ വായിക്കാൻ പോണത് കേട്ടോ. മുനി, ഈ കഥകളൊക്കെ ഭയങ്കര അത്ഭുതമാണ്, അത്യത്ഭുതകരമായിട്ടുള്ള കഥകളാണ്. അവയെക്കുറിച്ച് ഞങ്ങൾക്ക് ഏറെ സംശയങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരാദി ത്രിമൂർത്തികളാണ് ശാശ്വതരായവരും. അവർക്ക് മീതെ ആരുമില്ല എന്നാണ് വേദപുരാണങ്ങളൊക്കെ ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ അവയിൽ ബ്രഹ്മാവിന് സൃഷ്ടിയും മഹാവിഷ്ണുവിന് സ്ഥിതി പരിപാലനവും രുദ്രന് സംഹാരവും ധർമ്മമായി പറഞ്ഞിട്ടുമുണ്ട്. ഒരേ സത്ത് മൂന്നായി പിരിഞ്ഞ് സത്വ രജ തമോ ഗുണങ്ങളിലൂടെ ഈ ധർമ്മങ്ങൾ മൂന്ന് നടപ്പിലാക്കണമുണ്ട്. ഇവരിൽ ശ്രേഷ്ഠതയേറിയത് മഹാവിഷ്ണുവിനാണ് എന്നും പറയുന്നു. പുരുഷോത്തമനാണ് ഭഗവാൻ എന്ന് പറയും, ആദിദേവനാണ് ഭഗവാൻ എന്ന് പറയും, ജഗന്നാഥനാണ് ഭഗവാൻ എന്നും പറയും. അങ്ങനെയൊക്കെ പുകൾപ്പെട്ടിട്ടുള്ള ശ്രീഹരി മായയുടെ കീഴിൽപ്പെട്ട് നിദ്രയിൽ ആണ്ടുപോയോ? ഭഗവാന്റെ ജ്ഞാനവും അതിമഹത്തായ വൈഭവവും ഒക്കെ എങ്ങോ പോയി മറഞ്ഞു എന്ന് തോന്നുന്നു. അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നാണ്. അതിപ്രഭാവവാനാണ് മഹാവിഷ്ണു. ആ ഭഗവാനെ പോലും നിയന്ത്രിക്കുന്ന ആ ശക്തി എങ്ങനെ, എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പറഞ്ഞു തരൂ സൂതമുനിയെ എന്ന് പറയാണ്. ദേവിക്ക് എന്താണ് ബലമായിട്ടുള്ളത്? ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീഹരി നിത്യശുദ്ധമുക്തനും സർവത്തിനും അധിപനുമാണല്ലോ. അദ്ദേഹം എങ്ങനെയാണ് ഇങ്ങനൊരു നിദ്രയിൽ ആണ്ടുപോയത്? ഈ ഗതി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്? ഞങ്ങളുടെ ഈ സംശയമൊക്കെ നിവർത്തിക്കാൻ അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ സൂതമുനി, ഒന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേട്ട സൂതമുനി മുനിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സംശയം തീർക്കാൻ ശക്തരായിട്ട് ഈ മൂന്ന് ലോകത്തും ആരാ ഉള്ളത്? നാരദൻ, കപിലൻ, സനത്കുമാരന്മാർ എന്ന് വേണ്ട ആർക്കും ഈ സംശയങ്ങളൊന്നും തീർക്കാനായിട്ട് സാധിക്കില്ല. ആ സ്ഥിതിക്ക് അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഈ ഞാൻ ആരാണ് എന്ന് പറയാണ്. വിഷ്ണുവാണ് ദേവപ്രമുഖൻ എന്നത് പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവനിൽ നിന്നാണ് വിരാടവും വിശ്വവും ഉണ്ടായതെന്നുള്ളതും എല്ലാവർക്കും അറിയാം. എല്ലാവരും ആ പരാത്പരനായിട്ടുള്ള ജനാർദ്ദനനെ നമസ്കരിക്കണമുണ്ട്. മറ്റു ചിലർക്കാണെങ്കിൽ ചന്ദ്രക്കല അണിഞ്ഞിട്ടുള്ള ശംഭുവാണ് ഉപാസനാമൂർത്തി. കൈലാസവാസിയും പാതിമേ മലമകളായുള്ളവനും ചെഞ്ചിടയുള്ളവനും വേദപൂജിതനുമായ ആ ശങ്കരൻ ഭൂതവൃന്ദങ്ങളോടുകൂടി പ്രത്യക്ഷനായി ദക്ഷയാഗം മുടക്കിയ കഥ വളരെയധികം പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ ചിലർ സൂര്യനെ ഉപാസിക്കുന്നവരുണ്ട്. രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും സൂര്യനെ അവർ പൂജിക്കാറുമുണ്ട്. അഗ്നിയെ ഉപാസിക്കുന്നവരുണ്ട്, ഇന്ദ്രനെയും വരുണനെയും പൂജിക്കുന്നവരുണ്ട്. എന്ന് വേണ്ട ഓരോരുത്തരും ഓരോ ഭാവത്തിൽ ആരാധന നടത്തുന്നു. ഒന്ന് ഓർത്ത് നോക്കൂ ഗംഗാ നദിയെക്കുറിച്ച്. ഗംഗ ഒരേ ഒരു നദിയാണല്ലേ. ഈ ഗംഗാ നദി ഒഴുകി പോകുമ്പോൾ പല പല സ്ഥലങ്ങളിൽ വിവിധങ്ങളായി ഒഴുകുന്നുണ്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഗംഗ എപ്രകാരമാണോ ഓരോ നാമത്തിലും അറിയപ്പെടുന്നത്, അത്ര തന്നെയുള്ളൂ ഈ ഭഗവാന്മാരിലുള്ള വൈവിധ്യം. ഒരേ ഒരു ശക്തി പല പേരിലും പല നാമത്തിലും പലരുടെ മനസ്സിലും പ്രത്യക്ഷനാവണമെന്ന് മാത്രം. പ്രത്യക്ഷം, അനുമാനം, ശബ്ദം എന്നിങ്ങനെ പ്രമാണങ്ങൾ 3 തരം ഉണ്ടെന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട് കേട്ടോ. ഉപമാനം എന്ന 4മതൊരു തരമുണ്ടെന്നും പറയാറുണ്ട്. അർത്ഥാപത്തി എന്ന 5മതൊരു തരം കൂടിയുണ്ടെന്നും ചിലർ പറയാറുണ്ട്. ഇനിയും ചിലർ സാക്ഷിരൂപം, ഐതിഹ്യം ഇവ ചേർത്ത് പ്രമാണങ്ങൾ എഴുതാറുമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ബ്രഹ്മത്തെ അറിയുക ദുഷ്കരാണ്. ബുദ്ധി, ആഗമം, യുക്തി ഇവയിലൂടെ തർക്കിച്ചും വാദിച്ചുമൊക്കെയാണ് സാധകർ ഇതിനെ ശ്രമിക്കുന്നതും. സജ്ജനങ്ങളുടെ ഉദാഹരണങ്ങളിലൂടെയും സ്വയാർജിത ജ്ഞാനം കൊണ്ടും വിദ്വാൻമാർ ചിന്തിച്ചറിയേണ്ട വിഷയമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. സൃഷ്ടിശക്തി ഇരിക്കുന്നത് ബ്രഹ്മാവിലാണ്, സ്ഥിതി ചെയ്യണത് വിഷ്ണുവാണ്, സംഹാരം രുദ്രനിലും, പ്രകാശശക്തി ഇരിക്കുന്നത് സൂര്യനിലാണ്, ഭൂമിയെ താങ്ങാനുള്ള ശക്തി ശേഷനിലാണുള്ളത്, എരിക്കാനുള്ള ശക്തി അഗ്നിയിലാണുള്ളത്, ചാലശക്തി വായുവിലാണുള്ളത്. ഇവയെല്ലാം ആദിശക്തിയുടെ രൂപാന്തരങ്ങൾ മാത്രമാണ്. സ്ഥാവര ജംഗമ വസ്തുക്കളിൽ എല്ലാറ്റിലും ശക്തി വർത്തിക്കുന്നുണ്ട്. വിഷ്ണുവിൽ സാത്വിക ശക്തി, ബ്രഹ്മാവിൽ രാജസ ശക്തി, രുദ്രനിൽ താമസ ശക്തി എന്നിവയുള്ളത് കൊണ്ട് ത്രിമൂർത്തികൾ
കർമ്മോന്മുഖരായിരിക്കണമെന്നാണ്. അപ്പം ശക്തിയാണ് ബ്രഹ്മാണ്ടങ്ങളെ ഉണ്ടാക്കിയതും ഉടക്കണതും ഒക്കെ. ശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് എല്ലാ ദേവതകളും അവനവൻ്റെ കർത്തവ്യം ചെയ്യാനായിട്ട് പറ്റണത്. കാര്യവും കാരണവും ഒക്കെ പ്രത്യക്ഷ രൂപത്തിൽ ആരാണ്? ശക്തി തന്നെയാണ്. സഗുണ നിർഗുണ രൂപങ്ങൾ ശക്തിയിലുണ്ട്. വിഷ്ണുവിൻ്റെ ഉഗ്ര തപസ്സിലെ ഉപാസനാമൂർത്തിയും ബ്രഹ്മാവും ശിവനും എന്ന് വേണ്ട ദേവവൃന്ദങ്ങളുടെ എല്ലാം ധ്യാനനിധാവും ആ ദേവി തന്നെയാണ്. ആ പരാശക്തിയുടെ കൃപയാണ് ഇവരെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത്. പരാത്പരയായ ബ്രഹ്മം ആ ശക്തിയാണ്. അവൾ നിത്യയും സനാതനയുമാണ്. സംശയലേശമന്യേ വിദ്വാൻമാർ ശക്തിയെ സദാ സേവിക്കണു. വ്യാസനിൽ നിന്നാണ് ഞാനിത് കേട്ടത്. അദ്ദേഹം നാരദനിൽ നിന്നും, നാരദൻ ബ്രഹ്മാവിൽ നിന്നും, ബ്രഹ്മാവ് വിഷ്ണുവിൽ നിന്നും ശക്തിയുടെ പ്രഭാവം മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത് പരാശക്തിയാണ്, ദേവിയാണ്. അറിവുള്ളവർ മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല അവരുടെ അറിവ് ഉറപ്പിക്കണത്. അവരൊക്കെ എങ്ങനെയാണ്? ഭഗവതിയെ ഉപാസിച്ചിട്ട് സ്വയം കിട്ടിയിട്ടുള്ള ആ ഒരു നേരറിവിനെയാണ് ലക്ഷ്യം വെക്കണത്. അപ്പോൾ ഭഗവതിയുടെ തൃക്കാൽക്കൽ ശ്രീ ലളിതാംബികയുടെ തൃപ്പാദത്തിൽ സർവ്വതും സമർപ്പിക്കാം. സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ജയ് ശ്രീ രാധേ രാധേ.